PC ജോർജ് എന്നല്ല, ഏത് സാമൂഹ്യ പൊതുപ്രവർത്തകനും ഇന്ന് കേരളത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമൂഹത്തിലോ ഈ നിലനിൽക്കുന്നതും വളരുന്നതുമെല്ലാം ഒന്നെങ്കിൽ ഒരു പൊതുസമൂഹത്തിൻ്റെ വളരെ ശബ്ദായമാനമായ പിന്തുണ കൊണ്ട്, അല്ലെങ്കിൽ മറ്റു കുറേ മനുഷ്യരുടെ അർത്ഥഗർഭമായ മൗനം കൊണ്ട്. എന്നാൽ നെറികേടുകളെയും നേരല്ലാത്തവയെയും വിദ്വേഷത്തെയും ഒരേ സ്വരത്തിലും ഒരേ ശബ്ദത്തിലും എല്ലാവരും വിലയിരുത്താനും അതിനെ ആ രീതിയിൽ കാണാനും തുടങ്ങിയാൽ എത്ര വലിപ്പമുള്ള ശരീരമാണെങ്കിലും എത്ര ഉന്നതമായ അധികാര കേന്ദ്രങ്ങളാണെങ്കിലും എല്ലാവർക്കും വിധേയമാകേണ്ടി വരും, നിശബ്ദരാകേണ്ടി വരും. ബഹുമാനപ്പെട്ട കോടതികളും അതേ രീതിയിൽ തന്നെ ആ പറയുന്നതിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും മനസ്സിലാക്കി കേവലം മെഡിക്കൽ റിപ്പോർട്ടുകളെയും പ്രസ്താവനകളെയും ഒക്കെ അതിൻ്റെ ഗൗരവത്തിൽ മാത്രം പരിഗണിച്ചാൽ ഇതൊക്കെ നിശബ്ദമാകാൻ മണിക്കൂറുകൾ മതി. സത്യത്തിൽ ഇപ്പോൾ PC ജോർജിനെതിരെ നിശബ്ദമായിരുന്നവരോ മൗനം പാലിച്ചവരോ വിട്ടുകളഞ്ഞവരോ ഒക്കെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും അറസ്റ്റിലേക്ക് നീങ്ങുന്ന പ്രതീതിയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് പറയുന്നു. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരുപാട് പൊതുസാമൂഹ്യ പ്രവർത്തകർ PC ജോർജിൻ്റെ തുടർച്ചയായ ഈ വിദ്വേഷത്തിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത പ്രസ്താവന പുറത്തിറക്കി. പലപ്പോഴും ഇക്കാര്യത്തിൽ അത്രമേൽ ശ്രദ്ധിക്കാതെ പോയിരുന്ന മലയാള മനോരമയും കഴിഞ്ഞ ദിവസം വളരെ കൃത്യവും വ്യക്തവുമായി അവരുടെ നിലപാടും വ്യക്തമാക്കി. സാധാരണ പിന്തുണയ്ക്കാറുള്ള മേഖലകളിൽ നിന്നൊന്നും PC ജോർജിന് അനുകൂലമായി പിന്തുണ ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, എല്ലാത്തിനെയും ന്യായീകരിക്കേണ്ടി വരുന്ന ഒരു ഗതികേട് ജന്മം കൊണ്ട് കൈവന്ന ഷോൺ ജോർജ് പോലും ഒരക്ഷരവും മിണ്ടുന്നില്ല. ആകെ കാസന്മാർ പറയുന്ന എന്തൊക്കെയോ ചുറ്റുപാടുകളിൽ കിടന്ന് കറങ്ങിത്തിരിയുന്ന ന്യായങ്ങൾക്കപ്പുറത്ത് ഒന്നും ആർക്കും സംരക്ഷിക്കാൻ വയ്യാത്ത സ്ഥിതിയിലാണ്. എന്തിനാണ് ഒരു പൊതുപ്രവർത്തകൻ സ്വന്തം കുടുംബത്തിനും സമൂഹത്തിനും നാടിനും ഒക്കെ ബാധ്യതയായി മാറുന്നത്? എന്തുകൊണ്ടാണ് അത് നിയന്ത്രിക്കപ്പെടാനാവാത്തത്? PC ജോർജ് ജനപ്രതിനിധിയായിരുന്ന ആളാണ്. PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കഴിവും മിടുക്കും തൻ്റെ ഇടവും കൊണ്ട് എന്തൊക്കെയോ എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ ആക്കി തീർത്തു എന്ന് അവകാശപ്പെടുന്ന ആളാണ്. പക്ഷേ ഒന്നും ആക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, എവിടെ ഇടപെട്ടാലും അവിടെയൊക്കെ വിദ്വേഷവും കളവും ചതിക്കുമപ്പുറത്ത് സത്യസന്ധമായ പൊതുപ്രവർത്തനം എന്നത് പലപ്പോഴും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു മരീചികയായിരുന്നു. എന്നാൽ കുറച്ചു കാലത്തേക്ക് വർക്കൗട്ട് ചെയ്യുന്നതൊന്നും എല്ലാ കാലത്തേക്കും വർക്കൗട്ട് ചെയ്യുന്നില്ല എന്ന തിരിച്ചറിവ് കൂടിയായിരുന്നു കേരള ജനത PC ജോർജിന് നൽകിയ മറുപടി. അതിനുശേഷം അദ്ദേഹം തുടർച്ചയായി നടത്തുന്ന പ്രസ്താവനകൾ കാണുമ്പോൾ മിണ്ടാതിരിക്കുന്നവർ, മൗനം പാലിക്കുന്നവർ, നിശബ്ദത പാലിക്കുന്നവർ, ഒറ്റപ്പെട്ട ശബ്ദങ്ങളുടെ സംരക്ഷണത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ ധ്രുവീകരിക്കപ്പെടുന്ന ജാതിമത വർഗീയ വിദ്വേഷങ്ങളുടെ ഒരു തണലിൽ അയാളങ്ങനെ തിമിർത്ത് കുടിച്ച് ഇങ്ങനെ ആടി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലെ സാമൂഹ്യ പ്രവർത്തകർ സംയുക്ത പ്രസ്താവന ഇറക്കേണ്ടി വരുന്ന സ്ഥിതിയിലെത്തി. കേരളം മയക്കുമരുന്നിലും അതിൻ്റെ വ്യാപനത്തിലും അതുമൂലമുണ്ടാകുന്ന ദുരന്തത്തിലും വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ, അതിൻ്റെ അറസ്റ്റും മറ്റുള്ള കാര്യങ്ങളുമായി പോലീസ് ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ അത് പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്ന ഒരു ജനസമൂഹത്തിൻ്റെ മുന്നിലാണ് റംസാൻ വ്രതത്തിൻ്റെ പരമകോടിയിൽ നിൽക്കുന്ന ഒരു സമൂഹത്തെ ഒരർത്ഥവുമില്ലാതെ, അടിസ്ഥാനവുമില്ലാതെ, ഒരു കണക്കുമില്ലാതെ കള്ളം മാത്രം പറഞ്ഞുകൊണ്ട് ഒരു താലൂക്കിനെ ഉൾപ്പെടെ അപമാനിക്കുന്ന രീതിയിൽ പ്രസ്താവന ഇറക്കിയ ആ നടപടി അത് തുടരരുതെന്നും അതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് വ്യത്യസ്ത ജാതി മതങ്ങളിൽപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകർ മുന്നോട്ട് വന്നത്. അതുകൂടാതെ ദിനു വെയിൽ എന്ന എൻ്റെ അനുജനായ പൊതു സാമൂഹ്യ പ്രവർത്തകൻ, മുസ്ലിം ലീഗ്, മുസ്ലിം യൂത്ത് ലീഗ്, SIO, യൂത്ത് കോൺഗ്രസ് അടക്കമുള്ളവർ പോലീസിൽ പരാതിയും നൽകുന്ന സ്ഥിതിവിശേഷത്തിലേക്കെത്തി ജോർജിൻ്റെ വിദ്വേഷ പ്രസ്താവന. സാധാരണ മലയാള മനോരമ ഇത്തരം കാര്യങ്ങളെ അവഗണിക്കാറുണ്ട്, അല്ലെങ്കിൽ നിശബ്ദത പാലിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം മലയാള മനോരമയും ശബ്ദമുണ്ടാക്കി. എവിടെ നിന്ന് കിട്ടി ഈ ലവ് ജിഹാദിൻ്റെ കള്ളക്കണക്ക് എന്ന് ചോദിച്ച് അവർ വളരെ കുറച്ച് സമയം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു എഡിറ്റോറിയൽ ഡിസ്കഷൻ പോലെയുള്ളവ സംഘടിപ്പിച്ചു. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലിടാം. സാധാരണ ഇത്തരം വിഷയങ്ങൾ മനോരമ മുൻകൈയെടുത്താൽ മണിക്കൂറുകൾ കൊണ്ട് അവസാനിക്കുന്നതേ ഉള്ളൂ. കാരണം ഇന്നും മലയോര മനസ്സ് മലയാള മനോരമയുടെ മനസ്സുകൂടിയാണ്. യഥാർത്ഥത്തിൽ ഈ തുറന്നു പറച്ചിലിന് അതിൻ്റെ പ്രത്യാഘാതം ഇത്രയും നാൾ ഉണ്ടാകാത്തത്രയും ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇത്തരത്തിൽ ഒരു സമൂഹത്തിനും സമുദായത്തിനും അത്തരം കാര്യങ്ങൾക്കും ബാധ്യതയായ ഒരാളിനെ തുടർച്ചയായി ഇതുപോലെ സംസാരിക്കാൻ അനുവദിച്ച് അതിന് വേദി നൽകി, അതിന് അവസരം നൽകി, ഒരു കാര്യവുമില്ലാത്ത ക്രിസ്ത്യൻ മുസ്ലിം വിദ്വേഷം ഉണ്ടാക്കി അത് മറ്റു ചിലർക്ക് ഗുണപ്രദമാകും വിധം ഉപയോഗപ്പെടുത്തുന്നത് എന്തിനാണെന്ന്
ക്രൈസ്തവ സമുദായത്തിലെ വിവേകമുള്ളവർ കൂടി ചിന്തിക്കട്ടെ.